നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക പിടിച്ചടക്കിയപ്പോ, മക്ക വിജയിച്ചടക്കിയ ഫത്ഹു മക്ക നടന്നപ്പോ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒന്നാമത് കൽപ്പിക്കുന്ന കൽപ്പന എന്താണെന്നറിയോ? ഉയർന്നു നിൽക്കുന്ന ഒരു കബറും തട്ടി നിരപ്പാക്കാതെ വെറുതെ വിടുന്ന. അങ്ങനെ കൽപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനും ഇന്നത്തെ മഖബറകളും ജാറങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവും എന്ന് കരുതുന്നുണ്ടോ? തനിക്ക് അധികാരം കിട്ടുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം അത് കബറുകൾ തട്ടി നിരപ്പാക്കുക എന്നതാണെങ്കിൽ ആ റസൂലിന്റെ ദീനിൽ എങ്ങനെയാണ് കബറുകൾക്ക് സ്ഥാനം ഉണ്ടാവും, മഖബറകൾക്ക് സ്ഥാനം ഉണ്ടാവും, ജാറങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവുക? ചിന്തിച്ചു നോക്കണം. തന്റെ നാട്ടിൽ തനിക്ക് അധികാരം കിട്ടുമ്പോൾ ആദ്യമായി മക്ക പിടിച്ചടക്കിയപ്പോ ഏറ്റവും ആദ്യം കൽപ്പിക്കുന്ന കൽപ്പന ഉയർന്നു നിൽക്കുന്ന ഒരു കബറും തട്ടി നിരപ്പാക്കാതെ വിടുന്ന അലി റളിയല്ലാഹു കൽപ്പിക്കുന്ന കൽപ്പന. ഈ റസൂലിന്റെ ദീനിൽ കബറിന് എന്ത് സ്ഥാനം ഉണ്ടാവുക, ജാറത്തിന് എന്ത് സ്ഥാനം ഉണ്ടാവുക, മഖബറക്ക് എന്ത് സ്ഥാനം ഉണ്ടാവുക? ചിന്തിച്ചു നോക്കണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ട്, ഇങ്ങനെയുണ്ട്, അവരങ്ങനെ ചെയ്യുന്നുണ്ട്, വാപ്പകാരന്മാർ ചെയ്യുന്നുണ്ട്, കുറെ കാലം. ഇതൊന്നും ദീനാകാനുള്ള തെളിവല്ല, ഇതൊന്നും അള്ളാഹനെ തൃപ്തിപ്പെടുത്താനുള്ള കാരണങ്ങളല്ല.